നമുക്കെപ്പോഴും കാണാൻ സാധിക്കും, ആൾക്കാർ എപ്പോഴും വന്ന് പറയാറുണ്ട്, എൻ്റെ പാർട്ട്ണർ ഞാൻ ഉദ്ദേശിച്ച പോലെ ഒരാളല്ല. ചില വ്യക്തികൾ പറയാറുണ്ട്, എൻ്റെ ഫാദർ എങ്ങനെയായിരുന്നോ അതേ വ്യക്തിയാണ് എൻ്റെ ഹസ്ബൻഡ് എന്നുള്ളത്. അല്ലെങ്കിൽ പുരുഷന്മാർ പറയും, എൻ്റെ വൈഫ് അല്ലെങ്കിൽ എൻ്റെ ഗേൾ ഫ്രണ്ടിൽ ഞാൻ കണ്ടുവരുന്ന പല നെഗറ്റീവ് ട്രേറ്റ്സ് ഞാൻ എൻ്റെ മദറിലും കണ്ടിട്ടുണ്ടെന്ന് പറയും. പലതും ലവ് മാരേജ് തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ആയിരിക്കാം. അപ്പം നമ്മൾ തിരഞ്ഞെടുത്തൊരു വ്യക്തി തന്നെയാണ്. അപ്പോൾ ഒരു വലിയ ചോദ്യം വരും, എന്തുകൊണ്ടാണ് ഇപ്പം നമ്മുടെ ലൈഫിൽ നമുക്കൊരു വ്യക്തി ട്രോമ തന്നിട്ടുണ്ടെങ്കിൽ, അത് നമുക്ക് ഇന്നും അതൊരു വേദനയാണെങ്കിൽ, എന്തുകൊണ്ടാണ് അതുപോലൊരു വ്യക്തി നമ്മൾ വീണ്ടും സെലക്ട് ചെയ്തതെന്നുള്ളത്? അതും അതിൻ്റെ ചോദ്യം സെലക്ട് ചെയ്ത ആൾക്കുണ്ടാവില്ല. ഇതിൻ്റെ ഒരു പുറയിലുള്ള റീസൺ എന്ന് പറഞ്ഞാൽ, ഫെമിലിയാരിറ്റി ഈസ് സേഫ്റ്റി എന്നൊരു കൺസെപ്റ്റാണ്. അത് നമ്മൾ കോൺഷ്യസ്ലി എടുക്കുന്ന ഒരു ഡിസിഷൻ അല്ല. ഒരു വ്യക്തിയുമായിട്ട് പരിചയപ്പെടുമ്പം ആ വ്യക്തിയിൽ കാണുന്ന പല ട്രെയ്റ്റുകളും നമ്മൾ നേരത്തെ എവിടെയോ കണ്ടതുപോലെ നമ്മുടെ മനസ്സിന് തോന്നും. ഇപ്പം എൻ്റെ ഫാദർ ഇപ്പം എന്നെ ഇതുപോലെ പണിഷ് ചെയ്ത ഒരാളോ, അതല്ലെങ്കിൽ വീട്ടിൽ വഴക്കുണ്ടാക്കുന്ന ഒരാളോ, ഞങ്ങളുടെ ഫാമിലിയിൽ കുറേ ഇഷ്യൂ ഉണ്ടാക്കിയ ഒരാളാണ് എങ്കിൽ പോലും പലപ്പോഴും ആ പുള്ളിയുടെ ആ പല ബിഹേവിയർ ട്രെയ്റ്റ്സുമായിട്ട് ഞാൻ യോജിച്ച് നിൽക്കുന്നുണ്ടാവും. അതല്ലെങ്കിൽ എനിക്കത് ഫെമിലിയറാണ്. അപ്പോൾ ഇവൻച്വലി അതുമായിട്ട് മാച്ച് ചെയ്യുന്ന ഒരാളെ ഞാൻ സെലക്ട് ചെയ്യാനുള്ള ചാൻസ് എപ്പോഴും കൂടുതലാണ്. പക്ഷേ ഈ ഫെമിലിയാരിറ്റി ഞാൻ ബോധത്തോടല്ല എടുക്കുന്നത്. എൻ്റെ മനസ്സത് കണ്ടു, എന്തൊരു അട്രാക്ഷൻ എനിക്ക് തോന്നി, എൻ്റെ ബോഡി അതിനോട് പെട്ടെന്ന് കണക്റ്റ് ആവുകയാണ്. സോ നാച്ചുറലി ആ നമ്മുടെ ലൈഫിൽ നമ്മൾ നേരിട്ട് വന്ന ട്രോമ വീണ്ടും നമ്മുടെ പാർട്ട്ണറിലൂടെ വീണ്ടും അത് മുമ്പോട്ട് ജീവിക്കാം. നമ്മളിവിടെ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നിങ്ങൾക്കൊരു കാര്യം ഇപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ പല നെഗറ്റീവ് ട്രേറ്റ്സ് കാണുകയാണെങ്കിലും അത് ഇന്ന് ശരിയാകും, നാളെ ശരിയാകും, മറ്റന്നാൾ ശരിയാകും എന്നല്ല ചിന്തിച്ച് പോകേണ്ടത്. ബിക്കോസ് ഒരു റിലേഷൻഷിപ്പ് ട്രാക്ക് തെറ്റിപ്പോയെങ്കിൽ അത് ഒരു ബാഹ്യമായ സപ്പോർട്ടോടുകൂടി അതിൻ്റെ ട്രാക്കിൽ പിടിച്ചിട്ടേ പറ്റും. അതല്ലെങ്കിൽ അത് തെന്നി മാറിക്കൊണ്ടേയിരിക്കും. അപ്പം നാളെ ശരിയാകും എന്ന് ചിന്തിച്ചിരിക്കാതെ അതിന് പറ്റിയ സപ്പോർട്ട് നമ്മൾ എത്രയും പെട്ടെന്ന് സീക്ക് ചെയ്യുക എന്നുള്ളതാണ് നമ്മളവിടെ നോക്കേണ്ടത്.